കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി, കുരുന്നുകൾക്കൊരു കരുതലായി, കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന ഇന്റർനാഷണൽ ആർട്ട് എക്സ്പോ സമാപിച്ചു. ജയ്പൂരിൽ 12ാമത് അന്താരാഷ്ട്ര കലാപ്രദർശനവും കൈറ്റ് ആർട്ട് വർക്ക്ഷോപ്പും ജവഹർ കലാകേന്ദ്ര ആർട്ട് ഗാലറിയിൽ നടന്നു. ക്രിയേറ്റീവ് ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ലണ്ടൻ, എസ്തറ്റിക് ആർട്ട് കൊൽക്കത്ത എന്നിവയുമായി സഹകരിച്ച് ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള സമകാലിക കലകൾ പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായാണ് ബ്രഷ് സ്ട്രോക്ക് ക്രിയേറ്റീവ് ഫൗണ്ടേഷൻ ഓർഗനൈസേഷൻ പ്രദർശനം സംഘടിപ്പിച്ചത്. 80 കലാകാരെയും 150-ലധികം അസാധാരണ സൃഷ്ടികളെയും അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിൽ കേരളത്തിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളായ ഫോറിൻറ്റോ ദീപ്തി പാലക്കാട്, സുനിൽ പത്മചിത്ര തൃശൂർ എന്നിവർ പങ്കെടുത്തു. मेरा नाम फोरिंडो दीप्ति है, केरला से आई हूँ. मैं तो तांत्रिक आर्टिस्ट बनाती हूँ अभी. सो ये तांत्रिक की सीरियस की 2 पेंटिंग इधर रखा हुआ, ये दोनों है. ये तांत्रिक मतलब तांत्रिक भी है, उसमें हमारा कल्चर की पूरा अभी तांत्रिक को ज़्यादा लोग मानता नहीं हो, वो दूसरा जगह पर ले जा रहा है. सो हमने हमारा ट्रेडिशनल को उठाना पड़ेगा, वैसे सोच कर बना रहे हैं. लहरी की बेस करके, शंकराचार्य की सौंदर्य लहरी की बेस करके बनाती हूँ मैं. इसमें ये त्रिपुर सुंदरी की है, आई एम क्लीन सो, तो त्रिपुर सुंदरी की मूल मंत्र है. പെയിന്റിങ്ങുകൾ, പ്രിന്റ് മേക്കിംഗ്, മിക്സഡ് മീഡിയ ശില്പങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന കലാനുഭവം നിറഞ്ഞുനിന്നു. കലാരംഗത്തു നിന്നുള്ള പ്രശസ്തരായ വിധികർത്താക്കളും ഉപദേഷ്ടാക്കളും പ്രദർശനത്തെയും വർക്ക്ഷോപ്പിനെയും അലങ്കരിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകൻ തപോൻ റോയ് മുഖ്യാതിഥിയായി. ഫിലിം ആർട്ട് രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളായ സ്മൃതി രജ്ഞൻ നായക്, രഘുനാഥ് സാഹു, ഗൗതം ദാസ് തുടങ്ങിയവരുടെ സാന്നിധ്യം എക്സ്പോയുടെ സാംസ്കാരിക പ്രാധാന്യം വിളിച്ചോതുന്നതായി. ഇവരുടെ സാന്നിധ്യത്തിൽ കലാകാരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജസ്ഥാൻ.